ഇന്നൊരു ചെറിയ ചക്ക വറുക്കാനായിട്ട് ഞാൻ ചോളയൊക്കെ പറിച്ച് വെച്ചു. അപ്പോൾ അത് ഇനി ചെറിയ നേരിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ വറുക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ നേരിയ കഷ്ണങ്ങളാക്കി വെച്ചതാണത്. അപ്പോൾ ഇനി നമുക്ക് വറുക്കാനായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് കറണ്ട് വന്നും പോയി നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കിച്ചണിൽ ചെയ്യില്ല, പുറത്ത് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ പുറത്ത് ഉരുളി വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഹസ്ബൻഡ് സഹായിക്കാമെന്ന് പറഞ്ഞു വറുക്കാനായിട്ട്. എനിക്കങ്ങനെ ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റില്ല, താഴെ ഇരുന്നിട്ട് മുട്ടിന് ബുദ്ധിമുട്ടുള്ള കാരണം. അപ്പോൾ ആളെനിക്ക് വറുത്തരാമെന്ന് പറഞ്ഞു. കറണ്ടാണെങ്കിൽ ചില സമയത്തുണ്ട്, ചില സമയത്തില്ല. ഞങ്ങളത് ഓർത്തില്ല. അപ്പം ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് ഇത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വറുക്കാണ്. അപ്പോൾ ഇതിൽ ഞാനിത് നുറുക്കിയതിന് ശേഷം ഒരു സ്വല്പം ഉപ്പ് കലക്കിയിട്ട് തെളിച്ചിട്ടുണ്ടായിരുന്നു. അധികമൊന്നും ഉപ്പിട്ടില്ല, കാരണം ഞങ്ങൾക്കൊക്കെ കഴിക്കാനുള്ളതാണ്. എനിക്ക് ഹസ്ബൻഡൊക്കെ കഴിക്കണം. അപ്പോൾ ഉപ്പിട്ട് ശരിയാവില്ല, ഉപ്പിടണ്ടെന്ന് വിചാരിച്ചപ്പോൾ അതിനൊരു വല്ലാത്ത വ്യത്യാസം വരും തോന്നിയിട്ട് ഒരു ലേശം ഉപ്പ് തെളിച്ചിട്ടൊന്ന് വെയിലത്ത് കുറച്ച് നേരം വെച്ചാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ചക്ക വറുത്തത് കാണിക്കാം. കണ്ട ഇരുട്ട് പോലെ വരികയാണ്. ഇതൊരു ചെറിയ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാണ്. ഇന്ന് നല്ല മഴയുണ്ട് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങളായി. അപ്പോൾ അറിഞ്ഞില്ല ഞാൻ, അല്ലെങ്കിൽ പിന്നെ ചക്കയൊന്നും ശരിയാക്കി വയ്ക്കില്ല. ഇനിയിപ്പോൾ അത് വറക്കാണ്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും വേഗം നമുക്ക് വറുത്തെടുക്കാം. ഓരോടാണ് വറുക്കണത് ഞാൻ കാണിക്കുന്നുള്ളൂ, കാരണം ഞാനിപ്പോൾ ഇത് ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഒന്ന് ചെറിയ ഇതായിട്ടൊന്ന് ഉപ്പ് തെളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരിക്കച്ചക്ക കിട്ടുമ്പോൾ കനം കുറഞ്ഞ ചക്ക വേണം, ചുള കനം കുറവുള്ളത്. അത് കിട്ടുമ്പോഴാണ് വറുക്കാൻ എളുപ്പം, വേഗം വറുത്തെടുക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ വറുത്തെടുക്കുക, മക്കൾക്ക് കൊടുക്കുക. കുറേ ഉപ്പൊന്നും ചേർക്കണ്ട, അപ്പോൾ പിന്നെ വയസ്സായവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇപ്പോൾ കറക്റ്റ് പാകത്തിനാണ്, വലിയ ഉപ്പൊന്നായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വറുത്തെടുത്തത്. രണ്ടാമത്തെ. അപ്പോൾ അതെടുത്തതിന് ശേഷം ഇത് ഇടണതും കൂടി ഒന്ന് കാണിക്കാം. ഭയങ്കര നൈസായിട്ടാണ് ഞാൻ എരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വറുത്തെടുക്കാൻ എളുപ്പമുണ്ടാവും. ഞാൻ നമ്മുടെ കിച്ചണിൽ വലിയ ഭംഗിയായിട്ടൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇത് കുഴപ്പമൊന്നുമില്ല, വെളിച്ചമില്ലാത്തതിന് ചില നേരത്ത് എന്നാൽ കറണ്ട് വരുന്നുണ്ട്. അങ്ങനെയായിട്ട് ഇപ്പോൾ അത് ഉണ്ടാക്കിയെടുത്തു. ഇതാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.